ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീൻ വൈബ്സ്. നമ്മളിന്ന് അഗ്ലോണിമയുടെ പോട്ടിംഗ് മിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു അഗ്ലോണിമ എങ്ങനെ റീപോർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളിവിടെ അഗ്ലോണിമയുടെ റീപോർട്ടിങ്ങിന് ആവശ്യമായ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗാർഡൻ സോയിലുണ്ട്, ഉണക്ക ചാണകപ്പൊടി ഉണ്ട്, ട്രീറ്റഡ് കോക്കോ പിറ്റ് ഉണ്ട്, കൂടാതെ ഡ്രെയിനേജ് എല്ലാം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫഞ്ചിസൈഡായിട്ട് നമ്മൾ സാഫാണ് യൂസ് ചെയ്യുന്നത്. സാഫ് പൗഡർ ഫോമിലുള്ള ഒരു ഫഞ്ചിസൈഡാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ പോട്ടി മിക്സിൽ ഏകദേശം ഒരു 60% നമ്മൾ ഉപയോഗിക്കുന്നത് ഗാർഡൻ സോയിലാണ്. ഗാർഡൻ സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ മേൽമണ്ണ്, അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ചരലും മണ്ണെല്ലാം നീക്കിയതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന സാധാ ഗാർഡൻ സോയിലാണ് നമ്മളൊരു 60% ഉപയോഗിക്കുന്നത്. ഒരു 30% നമ്മൾ ഉപയോഗിക്കുന്നു, ചാണകപ്പൊടി ഉപയോഗിക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കോക്കോ പിറ്റായാലും മെറ്റലിൻ്റെ ചെറിയ ലെയറും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റാണിത്. അതായത് ഒരു 4 മാസത്തോളം മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒരു മദർ പ്ലാന്റും അതിന് ധാരാളം തൈകളും വന്നിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ ചെയ്ത ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്ലാന്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റീപോർട്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താ വെച്ചാൽ നമ്മൾ പ്ലാന്റ് എടുക്കണം. പ്ലാന്റ് എടുത്തതിന് ശേഷം അത് എങ്ങനെ അതിൽ നിന്ന് പറിച്ചെടുക്കാം എന്ന് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം. ഓക്കെ, ഈ പ്ലാന്റാണ് നമ്മൾ റീപോർട്ട് ചെയ്യുന്നത്. ഇത് ഒരു മദർ പ്ലാന്റും 4 തൈകളുള്ള ഒരു പ്ലാന്റാണ്. നിങ്ങൾക്ക് കാണാം, മദർ പ്ലാന്റ് ഉണ്ട്, അതിന് ചുറ്റും 4ഓളം തൈകളുണ്ട്. ഈ ഒരു പ്ലാന്റാണ് നമ്മൾ ഇന്ന് റീപോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്ലാന്റ് പോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഈ സോയിൽ വേരുകൾക്ക് ക്ഷതം തട്ടാത്ത രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. ജസ്റ്റ് കൈകൊണ്ട് ജസ്റ്റ് മാറ്റിയാൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മണ്ണിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വേരുകൾ അതുപോലെ തന്നെ തൈകളും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. തൈകളുണ്ടെങ്കിൽ അത് പൊട്ടാത്ത രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് പുറത്തേക്ക് കിട്ടും. ഇതാണിപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്ത പ്ലാന്റ്, മദർ പ്ലാന്റും അതിന് ചുറ്റുമുള്ള തൈകളും കാണാം. ഈ തൈകളെല്ലാം ഈ മദർ പ്ലാന്റിൽ നിന്ന് വേർതിരിച്ചതിന് ശേഷം നമുക്ക് പുതിയ തൈകളാക്കി മാറ്റാം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് വേർതിരിക്കാമെന്ന് നോക്കാം. എത്ര തൈകളുണ്ടോ അത്രയും തൈകൾ മാറ്റണം എന്നുള്ള ചിന്ത ആദ്യം ഒഴിവാക്കുക. നമ്മൾ മദർ പ്ലാന്റ് നോക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഈസി ആയിട്ട് വേർപെടുത്താൻ എത്ര തൈകൾക്ക് കിട്ടുമെന്നെങ്കിൽ അത് മാത്രം വേർപെടുത്തുക. കാരണം ചില തൈകൾ മദർ പ്ലാന്റിൻ്റെ ഷൂട്ടിന് കുറച്ച് മുകളിലായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല, അത് അവിടെ തന്നെ നിർത്തണം. കാരണം മദർ പ്ലാന്റിന് കൂടുതൽ ക്ഷതം തട്ടിക്കാതെ നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു തൈ മാത്രമാണ് കുറച്ച് മുകളിലോട്ടായിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ 3 തൈകൾ വേർപെടുത്തിയതിന് ശേഷം ഈ തൈൻ്റെത് പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വേരുകളുണ്ടല്ലോ, ഓരോ തൈയിനും സെപ്പറേറ്റ് വേരുകൾ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നൈഫോ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷൂട്ട് വന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചു. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് വേർതിരിച്ച തൈയാണ്. ലീഫുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിന് വേരും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഇതുപോലെ തന്നെ നോക്കാം. ഇത് കുറച്ചും കൂടി വൈഡായിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കിത് വേർതിരിക്കാം. ജസ്റ്റ് പൊട്ടിച്ചെടുത്തു, കണ്ടോ. അടുത്ത തൈയും ഇതുപോലെ തന്നെ മാറ്റിയെടുത്തു. ഇനി ഒന്നാണുള്ളത്. ഇതിന് വേര് അധികമില്ല, അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് മാറ്റി നോക്കിയതിന് ശേഷം മാറ്റണ്ട. ഇത് കണ്ടോ,
ഇത് മദർ പ്ലാന്റിൻ്റെ കുറച്ചും കൂടി കൂടുതൽ അടുത്താണ് വന്നിട്ടുള്ളത്. അതായത് സാധാരണ വന്നതെല്ലാം കുറച്ച് താഴ്ത്തുനിന്നായിരുന്നു, കുറച്ചുകൂടി കൂടുതൽ റൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റെമ്മിന് ആകെ 2 റൂട്ട് കാര്യമായിട്ടുള്ളൂ, അതും ചെറിയ റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതിൽ നിന്ന് മാറ്റുന്നില്ല. അപ്പോൾ ഇത് തന്നെ വെച്ചിട്ട് റീപോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത അഗ്ലോണിമയുടെ 3 തൈകളും ആദ്യത്തെ മദർ പ്ലാന്റും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ മദർ പ്ലാന്റൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല ഈ മുറിച്ചെടുത്ത ഭാഗങ്ങളിൽ നമ്മൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യും. ചീച്ചിൽ വരാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫംഗിസൈഡ് യൂസ് ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫംഗിസൈഡ് സാഫാണ്. സാഫ് എന്ന് പറഞ്ഞാൽ പൗഡർ ഫോമിലുള്ള ഒരു ഫംഗിസൈഡാണ്. നമുക്ക് ഒരു പിഞ്ച് സാഫ് എടുത്തതിന് ശേഷം ജസ്റ്റ് വെള്ളം ജസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എവിടെയാണോ നമ്മൾ പ്ലാന്റിൽ മുറിവാക്കിയിരിക്കുന്നത് ആ ഭാഗത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മദർ പ്ലാന്റിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണോ പ്ലാന്റ്സ് കട്ട് ചെയ്തെടുത്തത് ആ ഭാഗത്ത് സാഫ് തേച്ചു. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, തൈകളുടെ അടിവശവും ഇതേപോലെ പൊട്ടിയ ഭാഗങ്ങളിൽ സാഫ് അപ്ലൈ ചെയ്യാണ്. ഇനി നമുക്ക് പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഗാർഡൻ സോയിലാണ്. അപ്പോൾ പോട്ടി മിക്സിൻ്റെ ഒരു 60% ആദ്യം പറഞ്ഞ പോലെ ഗാർഡൻ സോയിൽ എടുക്കുക. നമ്മൾ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട് ഫസ്റ്റ്. ബാക്കി 30% ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി എടുത്തു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രീറ്റഡ് കോക്കോപിറ്റാണ്. കോക്കോപിറ്റ് നമ്മൾ മണ്ണിൻ്റെ ഘടന അനുസരിച്ചിട്ട് വേണം. അതായത് നമുക്ക് എടുത്തിരിക്കുന്ന ഗാർഡൻ സോയിൽ വെള്ളം പിടിച്ച സോയിലാണ്. അങ്ങനത്തെ സോയിലാണെങ്കിൽ വളരെ കുറച്ച് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സോയിൽ നോർമൽ സോയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 10% ആദ്യം പറഞ്ഞ പോലെ 10% കോക്കോപിറ്റ് യൂസ് ചെയ്തു. കാരണം കോക്കോപിറ്റ് വെള്ളം കൂടിക്കഴിഞ്ഞാൽ പ്ലാന്റിന് അത് ചീച്ചിലിന് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് കോക്കോപിറ്റ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി പ്ലാന്റ് ചെയ്തതിന് ശേഷം നമുക്ക് തോന്നുകയാണ് കുറച്ചും കൂടി വേണമെന്ന് വെച്ചെങ്കിൽ അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്തതിലേക്ക് ഞാനൊരു പിഞ്ച് സാഫ് ഇടുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ ഫംഗിസൈഡാണ്. മണ്ണിൽ നിന്നുള്ള ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സാഫും കൂടെ ഞാനിതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പോട്ടി മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇതാണ് അഗ്ലോണിമയ്ക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ്. ഈ പോട്ടി മിക്സിലേക്ക് ഒരു പിടി പൊടിയും വേപ്പിൻ പിണ്ണാക്കും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ അവൈലബിൾ അല്ല, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ, മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒരു പിടി ഏകദേശം ഇത്രത്തോളം ഒരു പിടി എല്ലുപൊടിയും ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഇട്ടിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോട്ടി മിക്സ് തയ്യാറായി. അപ്പോൾ ഇതാണ് നമ്മൾ അഗ്ലോണിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ്. അപ്പോൾ നമ്മൾ പോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ്. പോട്ടിങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 10 ഇഞ്ച് വട്ടമുള്ള ഒരു ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അഗ്ലോണിമ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതുപോലെ 10 ഇഞ്ച് വട്ടമുള്ള പോട്ടാണ്. കാരണം നമുക്ക് പ്ലാന്റിന് വളരാനും അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടാനും മിനിമം ഒരു 10 ഇഞ്ച് പോട്ടെങ്കിലും നമ്മൾ വെക്കണം. അതിൻ്റെ റൂട്ട് സിസ്റ്റമൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ 10 ഇഞ്ച് പോട്ടെങ്കിലും മിനിമം അത്യാവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഡ്രെയിനേജ് കറക്റ്റാക്കാൻ വേണ്ടി ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾസ് എല്ലാം കറക്റ്റാണ്. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് മെറ്റലാണ് യൂസ് ചെയ്യുന്നത്. മെറ്റൽ തന്നെ വേണമെന്നില്ല, ചരൽക്കല്ലോ മണൽക്കല്ലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ മെറ്റൽ അവൈലബിൾ ആയതുകൊണ്ട് മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴെ ഒരു ഇഞ്ച് കനത്തിൽ എന്ത് ചെയ്തു, മെറ്റൽ ചെയ്തിട്ടുണ്ട്. ഡ്രെയിനേജ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ ഏകദേശം ഒരു 75% ഈ മെറ്റൽ ഇട്ടതിന് ശേഷം ബാക്കിയുള്ളതിൽ ഒരു 75% നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോട്ടി മിക്സ് ഒരു 75%
നിറയ്ക്കാം. നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം ലൂസാണ്. കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും മണ്ണ് താഴോട്ട് പോയി വേരുകൾ പുറത്തേക്ക് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പോട്ടിൻ്റെ 75% നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഗ്ലോണിമ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 75% പോട്ടി മിക്സ് നിറച്ച് വെച്ചിരിക്കുന്ന ഈ പ്ലാന്റ് എന്ത് ചെയ്യണം, ആ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ റൂട്ട് ധാരാളം ഉണ്ട്. ഞാൻ റൂട്ട് കട്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല, അത്രത്തോളം റിസ്ക് എടുക്കാറില്ല. ആ റൂട്ട് മൊത്തമായിട്ട് തന്നെ വെക്കുകയാണ് ചെയ്യാറ്. നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഈ റൂട്ടെല്ലാം താഴെ ഭാഗത്തേക്ക് വെക്കാതെ ഈ വെച്ചിരിക്കുന്ന പോട്ടിംഗ് സോയിലിൻ്റെ മുകളിൽ ഇങ്ങനെ പടർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ സെൻട്രലായിട്ട് പ്ലാന്റ് വെച്ചതിന് ശേഷം റൂട്ടെല്ലാം മുകളിലൂടെ തന്നെ നല്ല വൃത്തിയായിട്ട് പടർത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ കുറച്ച് ചാണകപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഇതിൻ്റെ മുകളിൽ നല്ലപോലെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പോട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിനി വെള്ളം ഒഴിക്കുന്ന സമയത്ത് മണ്ണ് താഴത്തേക്ക് പോയി റൂട്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ പോട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ സ്റ്റെമ്മ് നല്ല ഹാർഡി സ്റ്റെം ആയതുകൊണ്ട് പ്ലാന്റിന് ആട്ടോ ഒന്നുമില്ല, കറക്റ്റായി നിൽക്കുന്നുണ്ട്. നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന പ്ലാന്റ് കുറച്ച് സ്ട്രെങ്ത്ത് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചെങ്കിൽ, ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു കമ്പ് എടുത്തതിന് ശേഷം ഇവിടെ വെച്ചതിന് ശേഷം ഈ കമ്പ് എന്ത് ചെയ്യണം, സ്ട്രൈറ്റായിട്ട് ഈ പ്ലാന്റിൽ പിടിച്ച് ചാക്കുനൂൽ ഉപയോഗിച്ച് പിടിച്ച് കെട്ടുക കൊടുക്കുക. എന്നിട്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പ്ലാന്റ് സ്ട്രൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതെടുത്ത് നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ, പ്ലാന്റ് ഹെൽത്തിയാണ്, സ്റ്റെമ്മെല്ലാം ഹാർഡിയാണ്. അപ്പോൾ പ്രത്യേകിച്ചൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു സപ്പോർട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇതാണ് പോട്ടി മിക്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള പോട്ടി മിക്സ് എല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം പോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരു കപ്പ് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പോട്ടി മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പോട്ടി മിക്സിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ അതോ എത്ര സമയം കൊണ്ട് ഇത് ഊർന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എടുക്കുന്ന മണ്ണിനനുസരിച്ചിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ എടുക്കുന്ന മണ്ണിൽ പശിമ കൂടുതലാണ് വെച്ചെങ്കിൽ പെട്ടെന്ന് ഈ പോട്ടി മിക്സ് പശ പോലെ ആവുകയും അത് ചെടിയുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് ഊർന്നു പോവുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പറയാം നമ്മളെടുത്ത പോട്ടി മിക്സ് ഐഡിയലാണ് എന്നുള്ളത്. അല്ല പിന്നെ പശിമ ആയി നിൽക്കുകയും വളരെ എന്താ പറയുക, വെള്ളം ഊർന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടായി തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ പോട്ടി മിക്സ് മാറ്റുക തന്നെ വേണം. അപ്പോൾ നമുക്ക് നമ്മൾ പോട്ടി മിക്സ് കഴിഞ്ഞ പോട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു. ഇതിപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം കോക്കോപ്പിറ്റുള്ള കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം പിടിക്കാനുള്ളൊരു സമയം നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വെള്ളം താഴ്ന്നു പോകുന്നത് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വെള്ളം ഒഴിച്ച സമയത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ആ വെള്ളം നേരെ ഊർന്നു പോയി. അപ്പോൾ ഇതിൽ പോട്ടി മിക്സ് കറക്റ്റാണെന്നുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് താഴ്ന്നു പോയതിന് ശേഷം ഇതുപോലെ റൂട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് മണ്ണ് വീണ്ടും ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതോടെ നമ്മുടെ പോട്ടിങ് തീർന്നിരിക്കുകയാണ്. ഇതാണ് അഗ്ലോണിമയുടെ പോട്ടിങ്ങിൽ ഞാൻ സാധാരണയായി ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ റീപോർട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സാണ് ഈ കാണുന്നതെല്ലാം. നിങ്ങൾക്ക് കണ്ടറിയാം, നല്ല ബുഷി ആയിട്ട് നിൽക്കുന്നത് കാണാം. ഇത് ചുറ്റുള്ള എല്ലാ പ്ലാന്റ്സും ഇതുപോലെ തന്നെ നമ്മൾ റീപോർട്ട് ചെയ്ത് വെച്ചതാണ്.
ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി പുതിയ കുറേ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കായിട്ടും കമൻറ്റായിട്ടും അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഇതുപോലെ ഒട്ടനവധി വീഡിയോസ് ഇനിയും ചാനലിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു. സൈനിങ് ഔട്ട്, അജീഷ്.